ഹായ്, എല്ലാവർക്കും എയിം സ്റ്റഡി സെന്റർ പാലക്കാടിന്റെ മറ്റൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം. ഞാൻ ജ്യോതിഷസ് ചാലിത്തറ. അപ്പൊ നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്ന ടോപ്പിക് എന്ന് പറയുന്നത് ലോസ് ഓഫ് മോഷൻ ആണ്. ചലന നിയമങ്ങൾ, ന്യൂട്ടന്റെ ചലന നിയമങ്ങളുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളിലേക്കാണ് വരുന്നത്. അപ്പൊ ചലന നിയമങ്ങളിലേക്ക് വരുമ്പോഴത്തേക്ക് നമുക്ക് ആദ്യമായിട്ട് മനസ്സിലാക്കേണ്ടത് എന്താണ് ചലനം, അല്ലെങ്കിൽ ചലനം എന്താണ്, അല്ലെങ്കിൽ വിവിധ തരത്തിലുള്ള ചലനങ്ങൾ എന്താണ്, ജഡത്വം, അങ്ങനെയുള്ള ഒരു കാര്യങ്ങളാണ് ആദ്യം നമുക്ക് മനസ്സിലാക്കേണ്ടത്. അതിനുശേഷമാണ് നമ്മൾ ചലന നിയമങ്ങളിലേക്കും മറ്റു കാര്യങ്ങളിലേക്കും ഒക്കെ വിശദമായിട്ട് കയറുന്നത്. അപ്പൊ ആദ്യത്തെ കാര്യത്തിലേക്ക് വരുമ്പോഴത്തേക്ക് അപ്പൊ എന്താണ് ചലനം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, എന്താണ് മോഷൻ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ചുറ്റുപാടുകളെ അപേക്ഷിച്ച് സമയത്തിന് അനുസരിച്ച് ഒരു വസ്തുവിന്റെ സ്ഥാനത്തിന് അല്ലെങ്കിൽ ഒരു വസ്തുവിന്റെ സ്ഥാനമാറ്റം സംഭവിക്കുന്നുണ്ടെങ്കിൽ നമുക്ക് പറയാൻ സാധിക്കും ആ വസ്തു എന്ന് പറയുന്നത് ചലനാവസ്ഥയിലായിരിക്കും. ആ വസ്തു എന്തായിരിക്കും? ചലനാവസ്ഥയിലാണ്. ചുറ്റുപാടുകളെ അപേക്ഷിച്ച് സമയത്തിനനുസരിച്ച് ഒരു വസ്തുവിന്റെ സ്ഥാനമാറ്റം സംഭവിക്കുന്നുവെങ്കിൽ ആ വസ്തു ഏതവസ്ഥയിലായിരിക്കും എന്നാണ് പറഞ്ഞത്? ചലനാവസ്ഥയിലായിരിക്കും. ആ വസ്തു എന്ന് പറയുന്നത് മോഷനിലായിരിക്കും. അപ്പൊ ഈ ചലനം എന്ന് പറയുന്നത് തികച്ചും ആപേക്ഷികമായിട്ടുള്ള ഒരു കൺസെപ്റ്റ് ആണ്, ശരിയല്ലേ? നമ്മൾ ഏത് ഫ്രെയിമിനെയാണോ കൺസിഡർ ചെയ്യുന്നത്, അല്ലെങ്കിൽ നമ്മൾ കൺസിഡർ ചെയ്യുന്ന ഫ്രെയിം ഓഫ് റെഫറൻസ് എന്താണോ, ആ ഒരു ഫ്രെയിം ഓഫ് റെഫറൻസിനെ ബേസ് ചെയ്തുകൊണ്ട് മാത്രമേ നമുക്ക് ചലനം എന്നൊരു ആശയത്തെ നിർവചിക്കുവാൻ സാധിക്കത്തുള്ളൂ. ശരിയാണോ ഞാൻ പറയുന്നത്? അപ്പം ചലനം എന്ന് പറയുന്നത് ഏത് ഫ്രെയിമിനെ കൺസിഡർ ചെയ്യുക, അല്ലെങ്കിൽ ഏത് ഫ്രെയിം ബേസ് ചെയ്താണോ നമ്മൾ ഡിഫൈൻ ചെയ്യുന്നുള്ളത് ഇതിനെ ബേസ് ചെയ്തിരിക്കും. തികച്ചും ആപേക്ഷികമായിട്ടുള്ളൊരു അല്ലെങ്കിൽ ഒരു കൺസെപ്റ്റ് ആണ് ചലനാവസ്ഥ എന്ന് പറയുന്നതും നിശ്ചലാവസ്ഥ എന്ന് പറയുന്നതും. ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, ഇപ്പൊ നമുക്ക് ഞാൻ ഇവിടെ നിൽക്കുകയാണ്, ഞാൻ അനങ്ങാതെ ഇവിടെ നിൽക്കുകയാണ്. അപ്പോൾ ഈ ഒരു സിറ്റുവേഷനിൽ ഇപ്പം ഇവിടെ ഞാൻ നിൽക്കുമ്പോഴത്തേക്ക് ഞാൻ നിൽക്കുന്ന ഈ ഒരു ഫ്രെയിം എന്ന് പറയുന്നത് എൻ്റെ ഒരു റൂം അല്ലെങ്കിൽ ഈ ഒരു സ്റ്റുഡിയോ ആണ്, അല്ലെ? ഈ ഒരു സ്റ്റുഡിയോയെ ഫ്രെയിമായിട്ട് കൺസിഡർ ചെയ്യുകയാണെങ്കിൽ, ഈ സ്റ്റുഡിയോ നമ്മളൊരു റെഫറൻസ് ആയിട്ട് എടുക്കുകയാണെങ്കിൽ നമുക്ക് പറയാൻ സാധിക്കും ഞാൻ, അല്ലെങ്കിൽ എൻ്റെ അവസ്ഥ എന്ന് പറയുന്നത് എന്താണ്? നിശ്ചലാവസ്ഥയിലാണ്. എൻ്റെ അവസ്ഥ എന്ന് പറയുന്നതാണ് നിശ്ചലാവസ്ഥയിലാണ് ഞാൻ നിൽക്കുന്നതെന്ന് പറയുന്നത്. എന്നാൽ ഇതിന് പുറത്തേക്ക് നമ്മൾ ഇറങ്ങുമ്പോഴത്തേക്ക്, അപ്പൊ സ്റ്റുഡിയോയ്ക്ക് പുറത്തേക്ക് പോയി അല്ലെങ്കിൽ ഭൂമി എന്നൊരു ഫ്രെയിം എടുക്കുന്നത്, എർത്ത് എന്നൊരു ഫ്രെയിം എടുക്കുമ്പോൾ പോലും ഭൂമി എന്നൊരു ഫ്രെയിമിനെ നമ്മൾ കൺസിഡർ ചെയ്യുമ്പോഴും ഞാൻ നിശ്ചലാവസ്ഥയിലാണ്. അവിടെ നിന്നും നമ്മൾ പുറത്തേക്ക് ഇറങ്ങുകയാണ്. നമ്മുടെ സോളാർ സിസ്റ്റം, സൗരയൂഥം എന്നൊരു ഫ്രെയിമിലേക്ക് നമ്മൾ വരുമ്പോഴത്തേക്ക് നോക്കിയേ, ആ ഭൂമിയിൽ നിശ്ചലാവസ്ഥയിൽ ഇരുന്ന ഒരാൾ ചലനാവസ്ഥയിലേക്ക് മാറിയില്ലേ? കാരണം സൗരയൂഥത്തിൽ സൂര്യൻ എന്ന കേന്ദ്രത്തിന് ചുറ്റും ഓരോ ഗ്രഹങ്ങളും സഞ്ചരിച്ചു കൊണ്ടിരിക്കുകയാണ്. സൂര്യൻ എന്ന കേന്ദ്രത്തെ അടിസ്ഥാനമായിക്കൊണ്ട് ഓരോ ഗ്രഹങ്ങളും സഞ്ചാരപാതയിലാണ്. അപ്പോൾ ആ ഗ്രഹങ്ങളിലുള്ള ഓരോ വസ്തുക്കളും എന്തായിരിക്കും? ചലനാവസ്ഥയിലായിരിക്കും. അപ്പോൾ ചലനമാണെങ്കിലും നിശ്ചലമാണെങ്കിലും, ചലനാവസ്ഥയാണെങ്കിലും നിശ്ചലാവസ്ഥയാണെങ്കിലും തികച്ചും ആപേക്ഷികമാണ്. നമ്മൾ ഏത് ഫ്രെയിം കൺസിഡർ ചെയ്യുന്നു എന്നതിനെ ബേസ് ചെയ്ത് മാത്രമേ നമുക്ക് അതിനെ നിർവചിക്കുവാൻ സാധിക്കത്തുള്ളൂ. അപ്പൊ ചലനം എന്ന് പറയുന്നത് എന്താണ്? ചുറ്റുപാടുകളെ അപേക്ഷിച്ച് ഒരു വസ്തുവിന് സ്ഥാനമാറ്റം സംഭവിക്കുകയാണെങ്കിൽ നമുക്ക് പറയാൻ സാധിക്കും ആ വസ്തു എന്ന് പറയുന്നത് ചലനാവസ്ഥയിലായിരിക്കും എന്ന് പറയാൻ സാധിക്കും. എന്നാൽ ചുറ്റുപാടുകളെ അപേക്ഷിച്ച് ഒരു വസ്തുവിന് സ്ഥാനമാറ്റം സംഭവിക്കുന്നില്ല എങ്കിൽ നമ്മൾ പറയും അത് നിശ്ചലാവസ്ഥയിലാണെന്ന് പറയുന്നതായിരിക്കും. അപ്പൊ ഈ വസ്തുക്കളെ കുറിച്ച് പറയുമ്പോഴത്തേക്ക് നമ്മൾ പറയാറുണ്ട് പോയിന്റ് ഒബ്ജക്റ്റ് എന്നൊരു ആശയമുണ്ട്, അല്ലെ? പോയിന്റ് ഒബ്ജക്റ്റ് എന്നൊരു ആശയമുണ്ട്. ഈ പോയിന്റ് ഒബ്ജക്റ്റ് എന്നൊരു കൺസെപ്റ്റ് നമ്മൾ എടുക്കുന്നത് പറയുന്നത് പലപ്പോഴും എന്താണ്, ഈ പ്രോബ്ലംസ് ഒക്കെ സോൾവ് ചെയ്യാണ്ട്, അല്ലെങ്കിൽ ഫിസിക്സിലെ പല ഫിസിക്കൽ പ്രോബ്ലംസ് നമുക്ക് ഹാൻഡിൽ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മുടെ ഒരു സൗകര്യത്തിന്, നമ്മുടെ ഒരു എളുപ്പത്തിന് വേണ്ടിയാണ് നമ്മൾ എന്ത് കൺസിഡർ ചെയ്യുന്ന പോയിന്റ് ഒബ്ജക്റ്റ് എന്നൊരു ആശയത്തിലേക്ക് വരുന്നത്. പോയിന്റ് ഒബ്ജക്റ്റ് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇത്രയേ ഉള്ളൂ. ഒരു വസ്തു സഞ്ചരിച്ച ദൂരം എന്ന് പറയുന്നത് ആ വസ്തുവിന്റെ വലിപ്പത്തേക്കാൾ വളരെ കൂടുതലാണെങ്കിൽ ആ ഒരു ഒബ്ജക്റ്റിനെ നമുക്ക് എന്തായിട്ട് എടുക്കാൻ സാധിക്കും, എന്തായിട്ട് കൺസിഡർ ചെയ്യാൻ സാധിക്കും? പോയിന്റ് ഒബ്ജക്റ്റ് ആയിട്ട് കൺസിഡർ ചെയ്യാൻ സാധിക്കും. കാരണം നമ്മുടെ കാൽക്കുലേഷൻസ് ഒക്കെ എളുപ്പമാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ അതിന്റെ ഡയമെൻഷൻ ഒരു പോയിന്റ് ഒബ്ജക്റ്റ് ആയിട്ടാണ് കൺസിഡർ ചെയ്യുന്നത് പറയുന്നത്. ഓക്കെ, അല്ലെങ്കിൽ ഒരു പോയിന്റ് മാസ് ആയിട്ടാണ് നമ്മൾ അതിനെ കൺസിഡർ ചെയ്യാറുള്ളത്. അപ്പൊ ഈ ചലനത്തിലേക്ക് വരുമ്പോഴത്തേക്ക്, ചലനം എന്ന് പറയുന്നത് ഞാൻ പറഞ്ഞു, ഒരു ചുറ്റുപാടുകളെ അപേക്ഷിച്ച് ഒരു വസ്തുവിന് സ്ഥാനമാറ്റം സംഭവിക്കുന്നുണ്ടെങ്കിൽ ആ വസ്തു എന്തായിരിക്കും? ചലനാവസ്ഥയിലാണ്. അപ്പൊ നമ്മൾ ബലത്തിലേക്ക് വരുമ്പോൾ ഒരു വസ്തുവിന്റെ അവസ്ഥയ്ക്ക് മാറ്റം വരണമെങ്കിൽ, അത് ചലനാവസ്ഥയാണെങ്കിലോ നിശ്ചലാവസ്ഥയായിക്കോട്ടെ, എന്തുമായിക്കോട്ടെ, അതിന്റെ അവസ്ഥയ്ക്ക് മാറ്റം വരണമെങ്കിൽ നമുക്ക് അവിടെ ഒരു ബലം പ്രയോഗിക്കണം. അതിനെക്കുറിച്ചൊക്കെ നമ്മൾ ചലന നിയമങ്ങൾ പഠിക്കുമ്പോൾ വിശദമായിട്ട് അവിടെ പഠിക്കുന്നുണ്ട്. അപ്പൊ നമുക്ക് അതിലേക്ക് പുറകെ വരാം. അപ്പൊ ഈ ചലനവുമായി ബന്ധപ്പെട്ട് പറയുമ്പം ചലനത്തെ നമുക്ക് പ്രധാനമായിട്ടും 3 ടൈപ്പായിട്ട്, അല്ലെങ്കിൽ വിവിധ
വിവിധ ടൈപ്പായിട്ട് നമുക്ക് അതിനെ ക്ലാസിഫൈ ചെയ്യാൻ സാധിക്കും. ഒരു നേർരേഖ അല്ലെങ്കിൽ 1 ഡയമെൻഷണൽ മോഷൻ, 1 ഡയമെൻഷൻ, 2 ഡയമെൻഷൻ, 3 ഡയമെൻഷൻ എന്ന് പറയാം. അതല്ലാതെ ഡിഫറെന്റ് ടൈപ്സ് ഓഫ് മോഷൻ എന്ന് പറഞ്ഞ് വേറൊരു ക്ലാസിഫിക്കേഷൻ പറയാം. നേർരേഖ ചലനമുണ്ട്. ഒരു വസ്തുവിന്റെ ചലനം അല്ലെങ്കിൽ ഒരു വസ്തുവിന്റെ സഞ്ചാരപാത എന്ന് പറയുന്നത് നേർരേഖയാണെങ്കിൽ, നേർരേഖയിലൂടെയാണ് ഒരു വസ്തു സഞ്ചരിക്കുന്നതെങ്കിൽ ആ വസ്തുവിന്റെ ചലനത്തെ നമ്മൾ വിളിക്കുന്ന പേരാണ് എന്ത്? നേർരേഖ ചലനം എന്ന് പറയും. നേർരേഖ ചലനം. ഇനി ഒരു വസ്തുവിന്റെ സഞ്ചാരപാത എന്ന് പറയുന്നത് കർവ്ഡ് ആണ്, അല്ലെങ്കിൽ ഒരു വർത്തുള പാതയിലൂടെ ഒരു വസ്തു ചലിക്കുകയാണെന്ന് വിചാരിക്കുക. ഒരു സർക്കുലർ പാത്തിലൂടെ ഒരു വസ്തു ചലിക്കുകയാണെങ്കിൽ ആ വസ്തുവിന്റെ സഞ്ചാരത്തെ നമ്മൾ, അല്ലെങ്കിൽ ആ വസ്തുവിന്റെ ചലനത്തിന് നമ്മൾ പറയുന്ന പേരാണ് എന്ത്? വർത്തുള ചലനം അഥവാ എന്താണ് പറയുന്നത്? സർക്കുലർ മോഷൻ എന്ന് പറയും. വർത്തുള ചലനം അഥവാ എന്താണ്? സർക്കുലർ മോഷൻ. അതുപോലെ തന്നെ മറ്റൊരു ഉദാഹരണമാണ്, ചലനത്തിന്റെ മറ്റൊരു ഉദാഹരണമാണ് ഭ്രമണവും പരിക്രമണവും. വിവിധതരം ചലനങ്ങളാണ്, ശരിയല്ലേ? ഭ്രമണം ചെയ്യുക, പരിക്രമണം ചെയ്യുക എന്ന് പറയുന്നത് ഒരു ഒബ്ജക്റ്റ് അതിന്റെ, അല്ലെങ്കിൽ ഒരു വസ്തുവിനകത്തുകൂടെയാണ് അതിന്റെ ആക്സിസ് ഓഫ് മോഷൻ കടന്നു പോകുന്നതെങ്കിൽ, ഒരു വസ്തുവിനകത്തുകൂടെ കടന്നു പോകുന്ന ആക്സിസിന് അബൌട്ട് ആയിട്ടാണ് ഒരു വസ്തു മൂവ് ചെയ്യുന്നതെങ്കിൽ ആ ചലനത്തെ നമ്മൾ വിളിക്കുന്ന പേരാണ് ഭ്രമണം എന്ന് പറയും. ഇപ്പൊ ഒരു എക്സാമ്പിൾ പറഞ്ഞാൽ ഭൂമി സ്വയം കറങ്ങുന്നത്, ഇലക്ട്രോൺസിന്റെ സ്പിന്ന്, ഇതൊക്കെ നമുക്ക് എന്തിനാ എക്സാമ്പിൾ ആയിട്ട് പറയാവുന്നതാണ്? ഭ്രമണത്തിന് ഉദാഹരണമായിട്ട് പറയാവുന്നതാണ്. എന്നാൽ പരിക്രമണം എന്ന് പറയുന്നത് ആ വസ്തുവിന് പുറത്തുള്ള ഒരു അക്ഷത്തെ അടിസ്ഥാനമാക്കി, ആ വസ്തുവിന് പുറത്തുള്ള ഒരു ആക്സിസിനെ അടിസ്ഥാനമാക്കിക്കൊണ്ട് ആ ബിന്ദുവിന് ചുറ്റും ആ ഒരു വസ്തു ചലിക്കുന്നതിന് പറയുന്ന പേരാണ് പരിക്രമണം എന്ന് പറയും. ഒരു എക്സാമ്പിൾ പറഞ്ഞാൽ നമ്മുടെ സൂര്യന് ചുറ്റും ചന്ദ്രൻ ചലിക്കുന്നത്, സൂര്യൻ എന്ന പോയിന്റിനെ അല്ലെങ്കിൽ അതിനെ ആക്സിസ് ആയിട്ട് എടുത്തുകൊണ്ട് സൂര്യന് ചുറ്റുമുള്ള ചന്ദ്രന്റെ ചലനം എന്ന് പറയുന്നതാണ് പരിക്രമണമാണ്. അതുപോലെ തന്നെ ന്യൂക്ലിയസിന് ചുറ്റുമുള്ള ഇലക്ട്രോണുകളുടെ സഞ്ചാരം എന്ന് പറയുന്നത്, എന്തിനുദാഹരണമാണ്? അതും പരിക്രമണത്തിന് ഉദാഹരണമാണ്. സൂര്യന് ചുറ്റുമുള്ള ഗ്രഹങ്ങളുടെ സഞ്ചാരം എന്ന് പറയുന്നത് എന്തിനുദാഹരണമാണ്? പരിക്രമണമാണ്. അപ്പൊ നിങ്ങൾ നോക്കി, ഈ ഭ്രമണം പരിക്രമണം ഒക്കെ നമ്മൾ പറയുമ്പോഴത്തേക്ക് ഭൂമിയുടെ ഭ്രമണം മൂലം നമുക്ക് സംഭവിക്കുന്ന ഒരു പ്രതിഭാസമാണ് ഡേ ആൻഡ് നൈറ്റ് എന്ന് പറയുന്നത്. രാത്രിയും പകലും ഉണ്ടാകുന്നത് എന്ന് പറയുന്നത് എന്തുകൊണ്ടാണ്? ഭൂമിയുടെ ഭ്രമണം മൂലമാണ് എന്തുണ്ടാകുന്നത്? രാത്രിയും പകലും ഉണ്ടാകുന്നതെന്ന് പറയുന്നത്, ശരിയല്ലേ? അതുപോലെ തന്നെ ഭൂമിയുടെ പരിക്രമണം മൂലം സംഭവിക്കുന്ന ഒരു കാര്യമാണ് സീസൺസ് അഥവാ ഋതുക്കൾ എന്ന് പറയും. സീസൺസ് അഥവാ ഋതുക്കൾ എന്ന് പറയുന്നത് എന്തുമൂലം ഉണ്ടാകുന്നത്? ഭൂമിയുടെ പരിക്രമണം മൂലം, ഭൂമി സൂര്യന് ചുറ്റും സഞ്ചരിക്കുന്നത് മൂലം സംഭവിക്കുന്ന ഒരു കാര്യമാണ് സീസൺസ് അഥവാ ഋതുക്കൾ എന്ന് പറയുന്നത്. സീസൺസ് അഥവാ എന്താണ്? ഋതുക്കൾ എന്ന് പറയുന്നത്. ഓക്കെ. പിന്നെ അതുപോലെ തന്നെ മറ്റൊരു ചലനത്തിന് ഉദാഹരണമാണ് പീരിയോഡിക് ചലനം അല്ലെങ്കിൽ ക്രമാവർത്തന ചലനം എന്ന് പറയും. ഒരു ഫിക്സഡ് ടൈം ഇന്റർവെല്ലിൽ ആവർത്തിക്കപ്പെടുന്ന ചലനങ്ങൾക്ക് പറയുന്ന പേരാണ് എന്താ? ക്രമാവർത്തന ചലനം അഥവാ പീരിയോഡിക് ചലനം എന്ന് പറയുന്നത്. അപ്പം ലോസ് ഓഫ് മോഷൻ ആണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. പക്ഷേ ഈ വക കാര്യങ്ങളൊക്കെ ഒരു ഇൻട്രൊഡക്ഷൻ ആയിട്ട് പറഞ്ഞു പോകണം. കാരണം ഇവിടെ നിന്നൊക്കെ പല കാര്യങ്ങളെ ബേസ് ചെയ്തുകൊണ്ടൊക്കെ ചോദ്യങ്ങളൊക്കെ വന്നിട്ടുണ്ട്. അതുകൊണ്ടാണ് ഈ കാര്യങ്ങളൊക്കെ ഒന്ന് പറഞ്ഞു പോകുന്നത് കേട്ടോ. അപ്പം ഒരു പീരിയോഡിക് മോഷൻ അഥവാ ക്രമാവർത്തന ചലനം എന്ന് പറയുന്നത് ഒരു നിശ്ചിത ഇടവേളയിൽ ക്രമമായി ആവർത്തിക്കപ്പെടുന്ന ചലനമാണ് എന്തെന്ന് പറയുന്നത്? ക്രമാവർത്തന ചലനം എന്ന് പറയുന്നത്. എക്സാമ്പിൾസ് പറയുകയാണെങ്കിൽ നമ്മുടെ ക്ലോക്കിലെ സൂചികളുടെ ചലനമില്ലേ? ക്ലോക്കിലെ എല്ലാ സൂചികളുടെയും ചലനം എന്താണ്? ഒരു ക്രമാവർത്തന ചലനമായിട്ട് നമുക്ക് പറയാം. കാരണം സെക്കൻഡ് സൂചി എന്ന് പറയുന്നത് എത്രയാണ്? ഒരു 60 സെക്കൻഡ് കഴിയുമ്പോൾ അതൊരു സർക്കിൾ കംപ്ലീറ്റ് ചെയ്ത് വീണ്ടും വരും. മിനിറ്റ് സൂചിയുടെ ചലനം ക്രമാവർത്തന ചലനമാണ്. അതുപോലെ തന്നെ മണിക്കൂർ സൂചിയുടെ ചലനം ക്രമാവർത്തന ചലനമാണ്. പിന്നെ അതുപോലെ പറയുകയാണെങ്കിൽ നമ്മുടെ സൂര്യന് ചുറ്റുമുള്ള ഗ്രഹങ്ങളുടെയൊക്കെ ചലനം എന്ന് പറയുന്നത് എന്താണ്? പീരിയോഡിക് മോഷൻ ആയിട്ട് പറയാവുന്നതാണ്. കാരണം ഒരു 365 ദിവസം എന്നൊരു ഇന്റർവെല്ലിൽ കഴിയുമ്പോഴത്തേക്ക് അത് വീണ്ടും ആവർത്തിക്കപ്പെടുകയാണ്. അപ്പൊ ഒരു നിശ്ചിത സമയപരിധിയിൽ, ഒരു നിശ്ചിത പീരീഡിൽ ആവർത്തിക്കപ്പെടുന്ന ചലനങ്ങൾക്ക് പറയുന്ന പേരാണ് എന്താ? ക്രമാവർത്തന ചലനം എന്ന് പറയും. ക്രമാവർത്തന ചലനം. അത് ക്ലിയർ ആണല്ലോ? ക്രമാവർത്തന ചലനം എന്നൊരു ആശയം ക്ലിയർ ആണല്ലോ? ഇനി ഇതിലേക്ക് നമ്മൾ വരുമ്പോഴത്തേക്ക് ക്രമാവർത്തന ചലനം പറഞ്ഞു. പിന്നെ അതുപോലെ തന്നെ മറ്റൊരു കേസാണ് നമ്മുടെ ഓസിലേഷൻ എന്ന് പറയും. ഓസിലേഷൻ അഥവാ ദോലനം എന്ന് പറയുന്നത്. ഓസിലേഷൻ അഥവാ മലയാളത്തിൽ പറഞ്ഞാൽ ദോലനം എന്ന് പറയും. ഒരു ഫിക്സഡ് ആക്സിസിന് അബൌട്ട് ആയിട്ടുള്ള ടു ആൻഡ് ഫ്രോ മോഷനെ വിളിക്കുന്ന പേരാണ് എന്ത്? ഓസിലേഷൻ എന്ന് പറയുന്നത്. ഒരു ഫിക്സഡ് ആക്സിസിന് അബൌട്ട് ആയിട്ടുള്ള ടു ആൻഡ് ഫ്രോ മോഷൻ അറിയപ്പെടുന്ന പേരാണ് എന്ത്? ഓസിലേഷൻ അഥവാ ദോലനം എന്ന് പറയും. അപ്പൊ നോക്കിയേ, ഒരു ഫിക്സഡ് ആക്സിസിന്, അപ്പൊ ഒരു ഫിക്സഡ് പോയിന്റിന് അബൌട്ട് ആയിട്ടുള്ള ഒരു വസ്തുവിന്റെ ടു ആൻഡ് ഫ്രോ മോഷനെ നമ്മൾ വിളിക്കുന്ന പേരാണ് എന്ത്?
അതിന്റെ ഓസിലേഷൻ എന്നറിയപ്പെടുന്നത്. ഓക്കെ, ഓസിലേഷൻ. അതിന് എക്സാമ്പിൾ പറയുകയാണെങ്കിൽ എന്തൊക്കെ പറയാം നമുക്ക്? ക്ലോക്കിലെ പെൻഡുലത്തിന്റെ ചലനം, ക്ലോക്കിലെ പെൻഡുലത്തിന്റെ ചലനം എന്ന് പറയുന്നത് എന്താണ്? ദോലനം അഥവാ ഓസിലേഷൻ ആണ്. അതുപോലെ നമ്മൾ ഈ പാർക്കിലൊക്കെ പോകുമ്പോൾ നിങ്ങൾ സീസോ കണ്ടിട്ടില്ലേ? സീസോ പിള്ളേരൊക്കെ കയറി ഇരുന്ന് കളിക്കുന്നൊരു സാധനം കണ്ടിട്ടില്ല? അതിന്റെ സെന്റർ ഓഫ് മാസ് ബാലൻസ് ചെയ്തിട്ട് നമുക്ക് സീസോ എന്ന് പറയുന്ന ഒരു സാധനം കണ്ടിട്ടുണ്ടായിരിക്കും. അപ്പൊ ഈ സീസോയുടെ ചലനം എന്ന് പറയുന്നത് എന്തൊരു ഉദാഹരണമാണ്? സീസോയുടെ ചലനം എന്ന് പറയുന്നതും എന്തൊരു ഉദാഹരണമാണ്? ദോലനത്തിന് ഉദാഹരണമാണ്. അതുപോലെ നമ്മുടെ ത്രാസിന്റെ ചലനം വേണേ പറയാം. ഒരു ഫിക്സ്ഡ് ആക്സിന് അബൌട്ട് ആയിട്ടുള്ള മൂവിംഗ് ആണ് സംഭവിക്കുന്നത്. അപ്പൊ അതൊക്കെ ദോലനമാണ്. ഒരു ഫിക്സഡ് ആക്സിന് അബൌട്ട് ആയിട്ടുള്ള ടു ആൻഡ് ഫ്രോ മോഷൻ അറിയപ്പെടുന്ന പേരാണ് ദോലനം അഥവാ ഓസിലേഷൻ എന്ന് പറയും. പിന്നെ അതുപോലെ നമ്മുടെ ഊഞ്ഞാലിന്റെ ചലനം എന്ന് പറയുന്നതും എന്തിനു ഉദാഹരണമായിട്ട് പറയാവുന്നതാണ്? ദോലനത്തിന് ഉദാഹരണമായി തന്നെ പറയാവുന്നതാണ്. ഊഞ്ഞാലിന്റെ ചലനവും എന്താണ്? ദോലനത്തിന് ഉദാഹരണമാണ്. ഓക്കെ, അപ്പൊ ആ കാര്യങ്ങൾ ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. അപ്പൊ ഈ ദോലനത്തിലേക്ക് വരുമ്പോൾ അതുമായി ബന്ധപ്പെട്ട് വൈബ്രേഷൻ എന്ന് കേട്ടിട്ടുണ്ടോ? ഈ വൈബ്രേഷൻ എന്ന് പറയുന്നത് ശരിക്കും പറഞ്ഞാൽ ഒരു ദോലനത്തിന് ഉദാഹരണം തന്നെയാണ്. വൈബ്രേഷൻ എന്ന് പറയുന്നത് എന്തൊരു ഉദാഹരണം തന്നെയാണ്? ഒരു ദോലനം തന്നെയാണ്. ദ്രുതഗതിയിലുള്ള ദോലനം, സഡൻ ഓസിലേഷൻസ് ആർ കോൾഡ് വൈബ്രേഷൻ. ദ്രുതഗതിയിലുള്ള ദോലനം അറിയപ്പെടുന്ന പേരാണ് കമ്പനം അഥവാ വൈബ്രേഷൻ എന്ന് പറയും. ദ്രുതഗതിയിലുള്ള ഓസിലേഷൻസിനെ വിളിക്കുന്ന, സഡൻ ഓസിലേഷൻസിനെ വിളിക്കുന്ന പേരാണ് എന്ത്? വൈബ്രേഷൻ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ ആ ഒരു ടൈപ്സ് ഓഫ് മോഷനും കാര്യങ്ങളും, മോഷൻ എന്താണ്, ടൈപ്സ് ഓഫ് മോഷൻ എന്താണെന്നുള്ള കാര്യങ്ങളൊന്ന് മനസ്സിലാക്കുക. ഇനി നമ്മൾ ഈ ചലനവുമായി ബന്ധപ്പെട്ട് നമ്മൾ ആദ്യം മനസ്സിലാക്കാൻ പോകുന്ന ഒരു ആശയം എന്ന് പറയുന്നത് ജഡത്വമാണ്, ഇനേർഷ്യയാണ്. അപ്പൊ ഇനേർഷ്യ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത്രയേ ഉള്ളൂ. ഒരു വസ്തുവിന് അതിന്റെ നിലവിലെ അവസ്ഥ എന്താണോ, അതിന്റെ പ്രസന്റ് സ്റ്റേറ്റ് എന്താണോ, ആ ഒരു അവസ്ഥയ്ക്ക് മാറ്റം വരുത്തുവാൻ സാധിക്കാത്ത ഒരു ഇന്നബിലിറ്റിയെ, അതിന്റെ ആ ഒരു സ്റ്റേറ്റ് ചേഞ്ച് ചെയ്യാൻ പറ്റാത്ത ഒരു ഇന്നബിലിറ്റി, അല്ലെങ്കിൽ ഒരു വസ്തുവിന് അതിന്റെ നിലവിലെ അവസ്ഥയ്ക്ക് മാറ്റം വരുത്തുവാൻ സാധിക്കാത്ത ആ കഴിവില്ലായ്മയെ, ആ ഇന്നബിലിറ്റിയെ നമ്മൾ വിളിക്കുന്ന പേരാണ് എന്തെന്ന് പറയുന്നത്? ജഡത്വം എന്ന് പറയുന്നത്. ഒരു വസ്തുവിന് അതിന്റെ നിലവിലെ അവസ്ഥ, അത് ചലനാവസ്ഥയോ നിശ്ചലാവസ്ഥയോ ആയിക്കോട്ടെ, ആ അവസ്ഥയ്ക്ക് മാറ്റം വരുത്തുവാനുള്ള കഴിവില്ലായ്മയെ നമ്മൾ വിളിക്കുന്ന പേരാണ് ജഡത്വം അഥവാ എന്താണ് വരുന്നത്? ജഡത്വം അഥവാ ഇനേർഷ്യ എന്ന് പറയും. ജഡത്വം അഥവാ എന്താണ് വരുന്നത്? ഇനേർഷ്യ. ഇനി ജഡത്വ നിയമത്തിലേക്കാണ് നമ്മൾ വരുന്നത്. ഒരു വസ്തു സമചലനത്തിൽ തുടരുന്നതിന് ബാഹ്യബലം പ്രയോഗിക്കേണ്ടതില്ല. ഇതാണ് നമ്മുടെ ജഡത്വ നിയമം പ്രസ്താവിക്കുന്നത്. ഗലീലിയോ ആണ് അവതരിപ്പിച്ചതെന്ന് പറയുന്നത്. ഒരു വസ്തു സമചലനത്തിൽ തുടരുന്നതിന് ബാഹ്യബലം പ്രയോഗിക്കേണ്ടതില്ല. അതായത് നിശ്ചലാവസ്ഥയിലുള്ള ഒരു വസ്തു നിശ്ചലാവസ്ഥയും സമപ്രവേഗത്തിൽ ചലിക്കുന്ന ഒരു വസ്തു അതേ അവസ്ഥയിലും തുടരുന്നതിനുള്ള പ്രവണത. ഒരു വസ്തുവിന്റെ അവസ്ഥ എന്താണോ ആ അവസ്ഥയിൽ തന്നെ ആ വസ്തു തുടരുന്ന ആ ഒരു പ്രവണതയെ, അല്ലെങ്കിൽ അതിന്റെ അവസ്ഥയ്ക്ക് മാറ്റം വരുത്തുവാനുള്ള ആ വസ്തുവിന്റെ കഴിവില്ലായ്മയെ, ഇന്നബിലിറ്റിയെ നമ്മൾ വിളിക്കുന്ന പേരാണ് എന്ത്? ഇനേഷ്യ അഥവാ ജഡത്വം എന്ന് പറയുന്നത്. ഏതൊരു വസ്തുവും അതിന്റെ നിലവിലെ അവസ്ഥ എന്താണോ ആ ഒരു അവസ്ഥയിൽ തന്നെ തുടരാൻ ശ്രമിക്കുന്ന ആ ഒരു ടെൻഡൻസിക്ക് പറയുന്ന പേരാണ് എന്തെന്ന് പറയുന്നത്? ആ തുടരാൻ ശ്രമിക്കുന്നതിന് നമ്മൾ പറയുന്ന പേരാണ് എന്ത്? ജഡത്വം എന്ന് പറയുന്നത്, അഥവാ ഇനേർഷ്യ എന്ന് പറയുന്നത്. ഈ ജഡത്വം എന്ന് പറയുന്നത് പ്രധാനമായിട്ടും 3 ടൈപ്പായിട്ട് നമുക്ക് ക്ലാസിഫൈ ചെയ്യാൻ സാധിക്കും. ചലനാവസ്ഥയിൽ ഇരിക്കുന്ന ഒരു വസ്തു ആ അവസ്ഥയിൽ തന്നെ, ചലനാവസ്ഥയിൽ തന്നെ തുടരുവാൻ ശ്രമിക്കുന്ന ആ ഒരു പ്രവണതയ്ക്ക് പറയുന്ന പേരാണ് ചലന ജഡത്വം എന്ന് പറയും. അതുപോലെ നിശ്ചലാവസ്ഥയിൽ ഇരിക്കുന്ന ഒരു വസ്തു നിശ്ചലാവസ്ഥയിൽ തന്നെ തുടരുവാൻ കാണിക്കുന്ന ആ ഒരു പ്രവണതയെ വിളിക്കുന്ന പേരാണ് നിശ്ചല ജഡത്വം എന്ന് പറയുന്നത്. അതുപോലെ ഇനേർഷ്യ ഓഫ് ഡയറക്ഷൻ ഉണ്ട്. ഒരു വസ്തുവിന് അതിന്റെ ദിശയ്ക്ക് മാറ്റം വരുത്തുവാനുള്ള ആ ഒരു കഴിവില്ലായ്മയെ വിളിക്കുന്ന പേരാണ് എന്ത്? ഇനേർഷ്യ ഓഫ് ഡയറക്ഷൻ എന്ന് പറയുന്നത്. ഇനേർഷ്യ ഓഫ് എന്താണ്? ഡയറക്ഷൻ എന്ന് പറയുന്നത്. അപ്പൊ നമ്മൾ ഇതിലെ ഓരോ കാര്യങ്ങളിലേക്കും വരികയാണ്, ഓരോന്നും വിശദമായിട്ട് വരികയാണ്. അതിന്റെ പ്രാക്ടിക്കൽ സിറ്റുവേഷൻസ് ഒക്കെ മനസ്സിലാക്കി വെക്കണം. നമ്മുടെ സ്കൂൾ ടെക്സ്റ്റിലൊക്കെ ഉള്ള കാര്യങ്ങളാണ്. അപ്പോൾ ജഡത്വത്തെ ബേസ് ചെയ്ത്, അതിനെയൊക്കെ ബേസ് ചെയ്തൊക്കെ ചോദ്യങ്ങളൊക്കെ പലപ്പോഴും കാണുന്നതാണ്. മോഡൽ ക്വസ്റ്റ്യൻ പേപ്പറുകളിലും ഒക്കെ ധാരാളം ഇതിന്റെ ചോദ്യങ്ങളൊക്കെ കണ്ടുവരുന്നുണ്ട്. ഓക്കെ, അപ്പൊ നോക്കാം. ആദ്യത്തേത് നിശ്ചല ജഡത്വമാണ്, ഇനേർഷ്യ ഓഫ് റെസ്റ്റ് ആണ്. നിശ്ചലാവസ്ഥയിലുള്ള ഒരു വസ്തുവിന് അതിന്റെ നിശ്ചലാവസ്ഥയ്ക്ക് മാറ്റം വരുത്തുവാനുള്ള കഴിവില്ലായ്മയെ, നിശ്ചലാവസ്ഥയിലിരിക്കുന്ന ഒരു വസ്തുവിനെ അതിന്റെ നിശ്ചലാവസ്ഥയ്ക്ക് മാറ്റം വരുത്തുവാനുള്ള ആ കഴിവില്ലായ്മയെ വിളിക്കുന്ന പേരാണ് എന്ത്? നിശ്ചല ജഡത്വം എന്ന് പറയുന്നത്. നിശ്ചല ജഡത്വം അഥവാ ഇനേർഷ്യ ഓഫ് റെസ്റ്റ് എന്ന് പറയുന്നത്. നിശ്ചല ജഡത്വം അഥവാ എന്താണ്? ഇനേർഷ്യ ഓഫ് റെസ്റ്റ് എന്ന് പറയുന്നു.
അതിന് ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പൊ ഒരു നിർത്തിയിട്ടിരിക്കുന്ന ഒരു ബസ്, നമ്മൾ ഈ ജഡത്വം പഠിക്കുമ്പോൾ അല്ലെങ്കിൽ ഇനേഷ്യ ഓഫ് റെസ്റ്റ് പഠിക്കുമ്പോൾ സ്കൂളിൽ പഠിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട എക്സാമ്പിൾ ആണ്. നിർത്തിയിട്ടിരിക്കുന്ന ഒരു ബസ്സിൽ യാത്രക്കാർ നിൽക്കുകയും ഇരിക്കുകയും ഒക്കെ ചെയ്യുകയാണ്. ഈ ബസ് പെട്ടെന്ന് സ്റ്റാർട്ട് ചെയ്തിട്ട് സഡൻ ആയിട്ട് ഇത് മുമ്പിലേക്ക് മൂവ് ചെയ്യുന്നു. അപ്പൊ പെട്ടെന്ന് ഒരു സ്റ്റോപ്പിൽ നിന്നൊരു ബസ് പെട്ടെന്ന് മുമ്പിലേക്ക് മൂവ് ചെയ്യുമ്പോൾ മുമ്പിലേക്ക് ചലിക്കുമ്പോഴത്തേക്ക് ഒരു ബസ് പെട്ടെന്ന് മുമ്പിലേക്ക് ചലിക്കുമ്പോഴത്തേക്ക് അതിൽ നിൽക്കുന്ന യാത്രക്കാർക്ക് എന്ത് സംഭവിക്കും? ഇവര് പുറകിലേക്ക് വീഴുവാൻ ആയും. ശരിയല്ലേ? മുമ്പിലേക്ക് ബസ് പെട്ടെന്ന് മൂവ് ചെയ്തപ്പോഴത്തേക്ക് അവരെന്ത് ചെയ്യുന്നു? പുറകിലേക്ക് വീഴുവാൻ ആയിരുന്നു. അതെന്തുകൊണ്ടാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിൽ നിൽക്കുന്ന ആ ആളുകളുടെ ശരീരം എന്ന് പറയുന്നത് നിശ്ചലാവസ്ഥയിലാണ്. പക്ഷേ ഈ ബസ് എന്ന് പറയുന്നത് സഡൻ ആയിട്ട് ചലനാവസ്ഥയിലേക്ക് മാറുകയാണ് ചെയ്തത്. ശരിയല്ലേ? സഡൻ ആയിട്ട് ചലനാവസ്ഥയിലേക്ക് മാറുന്നു. പക്ഷേ ഇവരുടെ ശരീരം എന്ന് പറയുന്നത് നിശ്ചലാവസ്ഥയിൽ തന്നെ തുടരുവാൻ വേണ്ടിയിട്ടുള്ള ഒരു ശ്രമം നടത്തുന്നു. അതിന്റെ ഫലമാണ് അവർ പുറകിലേക്ക് വീഴുവാൻ ആഞ്ഞത്, അല്ലെങ്കിൽ പുറകിലേക്ക് വീഴുവാൻ ആയുന്നത് എന്ന് പറയുന്നത്. അപ്പോൾ ഓർത്തിരിക്കുക, നിർത്തിയിട്ടിരിക്കുന്ന ഒരു ബസ് പെട്ടെന്ന് മുന്നോട്ടെടുക്കുമ്പോൾ യാത്രക്കാർ പിന്നിലേക്ക് വീഴുന്നത് ഏത് ജഡത്വത്തിന് ഉദാഹരണമാണ്? നിശ്ചല ജഡത്വത്തിന് ഉദാഹരണമാണ്. നിർത്തിയിട്ടിരിക്കുന്ന ഒരു ബസ് പിന്നിലേക്ക് എടുക്കുമ്പോഴത്തേക്ക് മുമ്പിലേക്ക് എടുക്കുമ്പോഴത്തേക്ക് യാത്രക്കാർ പിന്നിലേക്ക് വീഴാൻ പോകുന്നത്. പിന്നെ അതുപോലെ തന്നെ കാറ്റടിക്കുമ്പോൾ, അല്ലെങ്കിൽ മറ്റൊരു എക്സാമ്പിൾ പറഞ്ഞാൽ കാറ്റടിക്കുമ്പോൾ മാമ്പഴം ഞെട്ടറ്റ് വീഴുന്നത്, അല്ലെങ്കിൽ ആപ്പിൾ ഒക്കെ, ന്യൂട്ടന്റെ തലയിൽ ആപ്പിൾ വീണ കാര്യമൊക്കെ അറിയാമല്ലോ. അപ്പൊ അതും എല്ലാം നമുക്ക് പറയാനാണ്. അത് ഗ്രാവിറ്റേഷനുമായി ബന്ധപ്പെട്ടൊക്കെയാണ് നമ്മൾ കൂടുതൽ പറയുന്നത്. അപ്പോൾ ഒരു മാവില് കുറെ മാമ്പഴം നിൽക്കുകയാണ്. നമ്മൾ ഈ മാവിന്റെ കൊമ്പ് പിടിച്ച് ശക്തമായി കുലുക്കുന്നു, അല്ലെങ്കിൽ പെട്ടെന്ന് കാറ്റടിക്കുന്നു. അപ്പോഴത്തേക്ക് ഈ മാമ്പഴം എന്ത് ചെയ്യുന്നു? അത് ഞെട്ടറ്റ് താഴേക്ക് വീഴുന്നു. അതായത് മാവിൽ ആ മാമ്പഴം നിൽക്കുമ്പോഴത്തേക്ക് ഈ മാമ്പഴം അല്ലെങ്കിൽ ആ മാങ്ങയോ ചക്കയോ തേങ്ങ എന്തുമായിക്കോട്ടെ അത് നിശ്ചലാവസ്ഥയിലാണ് നിൽക്കുന്നത്. അതിന്റെ കൊമ്പ് നമ്മൾ കുലുക്കിയപ്പോഴത്തേക്ക്, ആ മാവിന്റെ കമ്പ് നമ്മൾ കുലുക്കിയപ്പോഴത്തേക്ക് അത് പെട്ടെന്ന് ചലനാവസ്ഥയിലേക്ക് മാറുന്നു. ആ ശിഖരം എന്ന് പറയുന്നത്, അല്ലെങ്കിൽ കമ്പ് എന്ന് പറയുന്നത് ചലനാവസ്ഥയിലേക്ക് മാറുന്നു. പക്ഷേ ഈ മാമ്പഴം എന്ന് പറയുന്ന ആ ഒബ്ജക്റ്റ് എന്ന് പറയുന്നത് നിശ്ചലാവസ്ഥയിൽ തുടരാൻ വേണ്ടി ശ്രമിക്കുന്നു. അതിന്റെ ഫലമായിട്ടാണ് അതിന്റെ ഞെട്ടറ്റത് താഴേക്ക് വീഴുന്നത്. അപ്പോൾ ഫലവൃക്ഷങ്ങൾ അല്ലെങ്കിൽ മാവിന്റെ കമ്പ് കുലുക്കുമ്പോൾ മാമ്പഴം ഞെട്ടറ്റ് താഴേക്ക് വീഴുന്നത് ഏതൊരു ഉദാഹരണമാണ്? നിശ്ചല ജഡത്വത്തിന് ഉദാഹരണമാണ്. അതുപോലെ നോക്കി, ഒരു ഗ്ലാസ് വെച്ചിട്ട് ഒരു ഗ്ലാസിന്റെ മേളിൽ ഒരു പേപ്പർ കാർഡ് വെച്ചിരിക്കുകയാണ്. എന്നിട്ട് അതിന്റെ മേളിൽ ഒരു കോയിൻ വെക്കുന്നു, അല്ലെങ്കിൽ ഒരു ഗ്ലാസിന്റെ മേളിൽ ഒരു പേപ്പർ വെച്ചിട്ട് അതിന്റെ മേളിൽ ഒരു കോയിൻ വെക്കുന്നു. എന്നിട്ട് സഡൻ ആയിട്ട് ഈ പേപ്പർ നമ്മളൊന്ന് വലിക്കുകയാണ്. പേപ്പർ വലിക്കുമ്പോഴത്തേക്ക് ആ കോയിൻ പേപ്പറിനോടൊപ്പം വരത്തില്ല, ആ കോയിൻ നേരെ ആ ഗ്ലാസിനകത്തേക്ക് വീഴും. അപ്പോൾ ആ ഗ്ലാസിന് മുകളിൽ പേപ്പർ വെച്ചിട്ട് അതിന്റെ മേളിൽ കോയിൻ വെക്കുമ്പോൾ ഈ കോയിൻ എന്ന് പറയുന്നത് നിശ്ചലാവസ്ഥയിലാണ്. ആ പേപ്പർ നമ്മൾ സഡനായിട്ട് വലിക്കുമ്പോൾ അത് ചലനാവസ്ഥയിലേക്ക് മാറി. പക്ഷേ ഈ കോയിൻ നിശ്ചലാവസ്ഥയിൽ തന്നെ തുടരാനുള്ള ശ്രമം നടത്തുന്നു. അതിന്റെ ഫലമായിട്ടാണ് അവിടെ തന്നെ നിൽക്കുക, അല്ലെങ്കിൽ താഴേക്ക് വീഴുകയും ചെയ്തു. ബസ്സിന്റെ കേസ് നമ്മൾ പറഞ്ഞു, നിർത്തിയിട്ടിരിക്കുന്ന ഒരു ബസ് സഡൻ ആയിട്ട് സ്റ്റാർട്ട് ചെയ്ത് മൂവ് ചെയ്യുമ്പോൾ അതിൽ നിൽക്കുന്ന ആൾക്കാർ പുറകിലേക്ക് വീഴുവാനായിട്ട് ആയിരുന്നു. അത് എന്തിനുദാഹരണമാണ്? നിശ്ചല ജഡത്തിന് ഉദാഹരണമാണ്. പിന്നെ നമ്മൾ ക്യാരംസ് കളിക്കുമ്പോഴത്തേക്ക് ക്യാരം കോയിൻസ് നമ്മളിങ്ങനെ ഒരു ബ്ലോക്ക് ആയിട്ട് അടുക്കി വെക്കും. എന്നിട്ട് സ്ട്രൈക്കർ ഉപയോഗിച്ച് അടിക്കുമ്പോൾ താഴെയുള്ള കോയിൻ മാത്രം തെറിച്ചു പോകുന്നത് കണ്ടിട്ടില്ലേ? അപ്പൊ അത് ബാക്കിയുള്ള കോയിൻസ് അതുപോലെ തന്നെ നിൽക്കുകയും ചെയ്യും. അത് നിശ്ചല ജഡത്തിന് ഉദാഹരണമാണ്. ആ കോയിന്റെ ബ്ലോക്ക് എന്ന് പറയുന്നത് നിശ്ചലാവസ്ഥയിൽ തന്നെ തുടരാൻ ശ്രമിച്ചുകൊണ്ടാണ് അത് സംഭവിച്ചെന്ന് പറയുന്നത്. അപ്പോൾ ഇതിന്റെയൊക്കെ പ്രാക്ടിക്കൽ എക്സാമ്പിൾസിന് ഇമ്പോർട്ടൻസ് കൊടുക്കണേ. പ്രാക്ടിക്കൽ സിറ്റുവേഷൻസ് എന്തൊക്കെയാണെന്ന് മനസ്സിലാക്കി വെക്കണം. അതിനെ ബേസ് ചെയ്തൊക്കെ ചോദ്യങ്ങൾ വരാൻ സാധ്യത കൂടുതലാണ്. അപ്പൊ എന്താണ് നിശ്ചല ജഡത്വം എന്ന് മനസ്സിലാക്കണം, അതിന്റെ പ്രാക്ടിക്കൽ സിറ്റുവേഷൻസ് ഏതൊക്കെയാണെന്നൊന്ന് മനസ്സിലാക്കി വെക്കണം. അപ്പൊ അടുത്ത ഇതാണ് ചലന ജഡത്വമാണ്, ഇനേഷ്യ ഓഫ് മോഷൻ ആണ്. ചലനാവസ്ഥയിലുള്ള ഒരു വസ്തുവിനെ അതിന്റെ ചലനാവസ്ഥയ്ക്ക് മാറ്റം വരുത്താനുള്ള കഴിവില്ലായ്മയെ ചലന ജഡത്വം എന്ന് പറയുന്നു. അതായത് ചലനാവസ്ഥയിൽ ഇരിക്കുന്ന ഒരു വസ്തുവിന് സ്വയം അതിന്റെ ചലനാവസ്ഥയ്ക്ക് മാറ്റം വരുത്തുവാനുള്ള ആ ഒരു കഴിവില്ലായ്മയെ പറയുന്ന പേരാണ് എന്ത്? ചലന ജഡത്വം എന്ന് പറയുന്നത്. അപ്പൊ ഈ ഒരു ജഡത്വത്തിലൂടെ, ഒന്നാം ചലന നിയമത്തിലൂടെ നമ്മൾ അവതരിപ്പിക്കുന്ന ഒരു ആശയം ജഡത്വവും അതുപോലെ തന്നെ ബാഹ്യബലം എന്താണെന്നുള്ള ഒരു ആശയമൊക്കെയാണ് നമുക്ക് ഫസ്റ്റ് ലോയിലൂടെ കിട്ടുന്ന പറഞ്ഞത്, ന്യൂട്ടൺസ് ഫസ്റ്റ് ലോയിലൂടെ മനസ്സിലാക്കാൻ പറ്റുന്നത്. അപ്പോൾ ചലനാവസ്ഥയിലുള്ള ഒരു വസ്തുവിനെ അതിന്റെ ചലനാവസ്ഥയ്ക്ക് മാറ്റം വരുത്തുവാനുള്ള കഴിവില്ലായ്മയെ, ചലനാവസ്ഥയിലുള്ള ഒരു വസ്തുവിനെ അതിന്റെ ചലനാവസ്ഥയ്ക്ക് മാറ്റം വരുത്തുവാനുള്ള കഴിവില്ലായ്മയെ വിളിക്കുന്ന പേരാണ് എന്ത്? ചലന ജഡത്വം എന്ന് പറയുന്നത്. എക്സാമ്പിൾ പറഞ്ഞാൽ, ഓടിക്കൊണ്ടിരിക്കുന്ന ഒരു ബസ്
സഡൻ ആയിട്ട് ബ്രേക്ക് ചെയ്യുന്നു, ഓടിക്കൊണ്ടിരിക്കുന്ന ഒരു ബസ് സഡൻ ആയിട്ട് ബ്രേക്ക് ചെയ്യുമ്പോൾ അതിൽ നിൽക്കുന്ന അല്ലെങ്കിൽ ഇരിക്കുന്ന യാത്രക്കാരൻ എന്ത് ചെയ്യും, മുമ്പിലേക്ക് വീഴുവാനായിട്ടായും അല്ലെ, മുമ്പിലേക്ക് വീഴുവാനായിട്ടായും. അതെന്തൊരു ഉദാഹരണമാണ്, ചലന ജഡത്വത്തിന്. ആ ബസ് പെട്ടെന്ന് ബ്രേക്ക് ചെയ്ത് ബസ് നിന്നെങ്കിലും അതിലുള്ള ആൾക്കാർ, അതിലുള്ള ആ ഒബ്ജക്റ്റുകൾ, അവരുടെ ശരീരം, അവരുടെ ബോഡി, ആ ഒരു ഒബ്ജക്റ്റ് ചലനാവസ്ഥയിൽ തന്നെ തുടരാൻ ശ്രമിക്കുന്നതിന്റെ ഫലമായിട്ടാണ് അവർ മുമ്പിലേക്ക് ആയുന്നത് എന്ന് പറയുന്നത്. കാര്യം മനസ്സിലായോ? ചലന ജഡത്വത്തിന്റെ ഒരു സിറ്റുവേഷൻ ആണ് പറഞ്ഞത്. നമുക്ക് വേറെയൊക്കെ നോക്കാം. ഇവിടെ ഒരു സ്ലോപ്പാണ് കൊടുത്തിരിക്കുന്നത്. ഈ ഒരു സ്ലോപ്പിലൂടെ തന്റെ ഒരു ട്രോളി പോലൊരു ട്രോളിയിലെ കുറച്ച് ബോൾസ് വെച്ചിരിക്കുകയാണ്. ഈ ബോൾസ് വെച്ചിട്ട് ഈ അവിടെ ഒരു ട്രോളി ഇരിക്കുകയാണ്. തന്റെ ഇവിടെ ഒരു സ്റ്റോപ്പർ കണക്ട് ചെയ്യാണ്. ആ ഒരു ഇവിടെ നമ്മളൊരു സ്റ്റോപ്പർ ഫിറ്റ് ചെയ്യാണ്. ആ സ്ലോപ്പിലെ ഒരു സ്റ്റോപ്പർ കണക്ട് ചെയ്യുന്നു. ഒരു സ്റ്റോപ്പർ നമ്മൾ കണക്ട് ചെയ്തു. എന്നിട്ട് ഈ ഒരു ട്രോളി, ബോളും വെച്ചുകൊണ്ടുള്ള ഈ ഒരു ട്രോളിയെ നമ്മൾ എന്ത് ചെയ്യുന്നു, ആ സ്ലോപ്പിലേക്ക് വിടുകയാണ്. ആ സ്ലോപ്പിലേക്ക് വിടുന്ന ആ ട്രോളി മൂവ് ചെയ്ത് വരുന്നു. ട്രോളി മൂവ് ചെയ്ത് വന്ന് ആ ട്രോളി വന്ന് ഈ സ്റ്റോപ്പറിൽ ഇടിച്ച് അവിടെ നിൽക്കുകയാണ്. പക്ഷെ ആ സ്റ്റോപ്പറിൽ ഇടിച്ച് അവിടെ നിന്നെങ്കിലും അതിലുള്ള ബോളുകൾ എന്ത് ചെയ്യും, താഴേക്ക് മുമ്പോട്ട് ചലിച്ചുകൊണ്ട് അല്ലെങ്കിൽ മുമ്പോട്ട് തെറിച്ചു പോകും അല്ലെ. അപ്പൊ ആ ട്രോളി മൂവ് ചെയ്തുകൊണ്ടിരുന്നു. പക്ഷെ ആ ട്രോളി പെട്ടെന്ന് സ്റ്റോപ്പ് ആയെങ്കിലും അതിലുള്ള ആ ഒബ്ജക്ട്സ്, ആ ബോളുകൾ എന്ന് പറയുന്നത് ആ ചലനാവസ്ഥയിൽ തന്നെ തുടരുവാൻ ശ്രമിക്കുന്നതിന്റെ ഫലമായി, ആ ബോളുകളുടെ ചലന ജഡത്വത്തിന്റെ ഫലമായിട്ടാണ് അവ മുമ്പോട്ട് തെറിച്ചു പോകുന്നതെന്ന് പറയുന്നത്. അതുപോലെ തന്നെ ഓടിക്കൊണ്ടിരിക്കുന്ന ബസ് പെട്ടെന്ന് ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ അതിൽ നിൽക്കുന്ന പാസഞ്ചേഴ്സ് മുമ്പിലേക്ക് വീഴാനായും. ഇതൊക്കെ എന്തൊരു എക്സാമ്പിൾ ആയിട്ട് നമുക്ക് പറയാനാണ്, ചലന ജഡത്വത്തിന് ഉദാഹരണമായിട്ട് പറയാനാണ്. ചലന ജഡത്വത്തിന് എക്സാമ്പിൾ ആണ്. അതുപോലെ മറ്റ് എക്സാമ്പിൾസ് വേണമെങ്കിൽ നമുക്ക് പറയാം. വേറെയും കുറച്ച് എക്സാമ്പിൾസ് നമുക്ക് പറയാൻ സാധിക്കും. ഫാന്, നമ്മുടെ വീട്ടിലെ ഫാൻ ഒക്കെ നമ്മൾ ഉപയോഗിച്ച് ഫാൻ ഓഫ് ചെയ്ത് കഴിയുമ്പോൾ പെട്ടെന്ന് അത് സ്റ്റോപ്പ് ആവുകയാണോ? അല്ല, കുറച്ച് സമയവും കൂടി ഫാൻ കറങ്ങിക്കൊണ്ടിരിക്കും അല്ലെ. അപ്പൊ ഫാൻ കറങ്ങുക എന്ന് പറഞ്ഞാൽ ഫാൻ ചലനാവസ്ഥയിലായിരുന്നു. എന്നാൽ ഫാൻ നമ്മൾ ഓഫ് ചെയ്ത് കഴിഞ്ഞപ്പോഴും ആ ഫാനിന്റെ ലീഫുകൾ, ദളങ്ങൾ ആ ചലനാവസ്ഥയിൽ തന്നെ തുടരുവാൻ വേണ്ടി കുറച്ച് സമയം കൂടെ ശ്രമിക്കുന്നു. അതിന്റെ ഫലമായിട്ടാണ് ഫാൻ ഓഫ് ചെയ്താലും, സ്വിച്ച് ഓഫ് ചെയ്താലും കുറച്ച് സമയം കൂടെ ഫാൻ കറങ്ങുന്നതിന് കാരണമെന്ന് പറയുന്നത്. പിന്നെ ലോങ് ജമ്പ് ചാടുന്ന കായിക താരങ്ങൾ ചാടുന്നതിന് മുൻപ് അല്പദൂരം ഓടി വരുന്നത്, അത് ആ ഒരു ഓട്ടം എന്ന് പറയുന്ന അവർക്ക് ആ ഒരു ഫ്രണ്ടിലേക്കുള്ള ഒരു കുതിപ്പ് കിട്ടാൻ വേണ്ടിയിട്ടാണ്. അവർ ഓടി വരുമ്പോൾ അവർക്ക് ആ ചലന ജഡത്വം മെയിൻറ്റെയിൻ ചെയ്യാൻ സാധിക്കും. അതിന്റെ ഫലമായി കൂടുതൽ ദൂരം അവർക്ക് ചാടാൻ സാധിക്കും. അതുപോലെ ഓടി വരുന്ന അത്ലറ്റിന് ഫിനിഷിംഗ് ലൈനിൽ എത്തിയാലുടൻ ഓട്ടം അവസാനിപ്പിക്കാൻ കഴിയാത്തത്. അപ്പം അത് നമ്മൾ കണ്ടിട്ടുള്ളതാണല്ലേ. ഓട്ട മത്സരമൊക്കെ നടക്കുമ്പോഴത്തേക്ക് അത്ലറ്റ്സ് ഓടി വന്നു കഴിഞ്ഞാൽ ആ ഫിനിഷിംഗ് ലൈനിൽ, ആ റിബണിൽ വന്നു കഴിഞ്ഞാൽ പെട്ടെന്ന് അവർ സഡനായിട്ട് നിൽക്കുകയല്ല, കുറച്ച് ദൂരം കൂടെ മുമ്പോട്ട് ഓടുന്നുണ്ട്. കാരണം അവർ അതിവേഗത്തിൽ ഓടി വരുമ്പോൾ അവരുടെ ശരീരം എന്ന് പറയുന്ന ചലനാവസ്ഥയിലാണ്. ആ ചലനാവസ്ഥയിൽ തന്നെ കുറച്ച് സമയം കൂടെ തുടരാനായിട്ട് അവരുടെ ശരീരം ശ്രമിക്കുന്നതിന്റെ ഫലമായിട്ടാണ് കുറച്ച് മുമ്പോട്ട് ഓടി അവർ അവസാനിപ്പിക്കുന്നത്. അതുപോലെ തന്നെ നിങ്ങൾ ശ്രദ്ധിച്ചറിയാം, ഈ ബസ് സ്റ്റോപ്പിലും റെയിൽവേ സ്റ്റേഷനിലും ഒക്കെ നമ്മൾ ചിലപ്പോൾ കാണുന്ന ഒരു കാര്യമാണ്. ചില ആൾക്കാർ, ഭയങ്കര ധൃതിയുള്ള ആൾക്കാരുണ്ട്, വണ്ടി നിർത്തുന്നതിന് മുമ്പ് ഇറങ്ങി കാര്യം സാധിക്കാൻ പോകുന്ന കുറെ ആൾക്കാരുണ്ട്. അപ്പൊ അവര് ഈ റെയിൽവേ സ്റ്റേഷനിലൊക്കെ കാണാറുണ്ട്, ട്രെയിൻ ഇങ്ങനെ സ്ലോ ചെയ്ത് പ്ലാറ്റ്ഫോമിൽ കൂടെ സ്ലോ ചെയ്യുമ്പോൾ തന്നെ ഇവർ അതേ നിന്ന് ചാടി ഇറങ്ങുന്ന ഒരു പരിപാടിയുണ്ട്. ഇവരങ്ങനെ ഇറങ്ങിയാൽ പോലും ഇവർ ആ പ്ലാറ്റ്ഫോമിൽ കൂടെ അല്പദൂരം കുറച്ച് മുമ്പോട്ട് നടക്കാറുണ്ട്, കുറച്ച് ദൂരം മുമ്പോട്ട് ഓടാറുണ്ട് അല്ലെ. അപ്പൊ ആ ഒരു ട്രെയിൻ മൂവ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ ആ ചലനാവസ്ഥയിലാണ് നിൽക്കുന്നത്. ആ ചലനാവസ്ഥയിൽ നിന്ന് സഡൻ ആയിട്ട് നിശ്ചലാവസ്ഥയിലേക്ക് മാറാൻ പറ്റില്ല. അങ്ങനെ സഡൻ ചേഞ്ച് ഉണ്ടായി കഴിഞ്ഞാൽ എന്തെങ്കിലുമൊക്കെ അപകടം പറ്റും, എന്തെങ്കിലുമൊക്കെ ഡാമേജ് ഉണ്ടാവും. അപ്പൊ അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് അവരുടെ ശരീരം കുറച്ച് ദൂരം കൂടെ, അല്ലെങ്കിൽ അവർ കുറച്ച് ദൂരം കൂടെ മുമ്പോട്ട് ചലിക്കുന്നു. കുറച്ച് ദൂരം കൂടെ മുമ്പോട്ട് ചലിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, അവർ ചലനാവസ്ഥയിൽ തന്നെ കുറച്ച് ദൂരം കൂടെ തുടരുന്നു. അപ്പൊ അതിന്റെ ഫലമായിട്ടാണ് ബസ്സിൽ നിന്ന്, സ്ലോ ചെയ്യുന്ന ബസ്സിൽ നിന്ന് നമ്മൾ സ്ലോ ചെയ്യുന്ന ഒരു ബസ്സിൽ നിന്ന് നമ്മൾ ചാടി ഇറങ്ങിയാൽ പോലും കുറച്ച് ദൂരം കൂടെ നമ്മൾ മുമ്പിലേക്ക് ചലിക്കുന്നു പറയുന്നത്. അതുപോലെ തന്നെ ഈ ട്രെയിനിലൊക്കെ പോകുമ്പോൾ നമുക്ക് കണ്ടിട്ട് ചിലപ്പം ആൾക്കാർ ലേറ്റ് ആയിട്ട് വരും. ട്രെയിൻ ഒന്ന് മൂവ് ചെയ്യുമ്പോഴത്തേക്കായിരിക്കും ഇവർ കയറാനായിട്ട് വരുന്നത്. അങ്ങനെ മൂവ് ചെയ്യുമ്പോഴത്തേക്ക് ഇവർ കയറാൻ വരുന്നത്, ഇവർ അവിടെ നിന്നുകൊണ്ട് അടുത്ത ഡോർ വരുമ്പോൾ നേരെ ചാടി കയറുകയല്ല ചെയ്യുന്നത്. ഇവരൊരു ഡോറിന് ലക്ഷ്യം വെച്ചുകൊണ്ട് ആ ട്രെയിനോടൊപ്പം അല്പദൂരം മുമ്പോട്ട് ചലിച്ച ശേഷമാണ് ഇവർ അതിലേക്ക് കയറുന്നത്. ഇതൊക്കെ ചലനജഡത്വത്തിന്റെ സാഹചര്യങ്ങളാണ് വരുന്നത് കേട്ടോ. ഇനി ഇനേർഷ്യ ഓഫ് ഡയറക്ഷനെ കുറിച്ചാണ് അടുത്തായിട്ട് പറയുന്നത്. ഇനേർഷ്യ ഓഫ് ഡയറക്ഷൻ എന്ന് പറഞ്ഞ ഇത്രയേ ഉള്ളൂ. ഇറ്റ് ഈസ് ദ ഇന്നബിലിറ്റി ഓഫ് എ ബോഡി, ഇറ്റ് ഈസ് ദ ഇന്നബിലിറ്റി ഓഫ് എ ബോഡി ടു ചേഞ്ച് ബൈ ഇറ്റ് സെൽഫ്, അല്ലെങ്കിൽ ടു ചേഞ്ച് ഇറ്റ്സ് ഡയറക്ഷൻ ബൈ, അല്ലെങ്കിൽ ഡയറക്ഷൻ ഓഫ് മോഷൻ ബൈ ഇറ്റ് സെൽഫ്. ഒരു വസ്തുവിന്റെ ചലനദിശയ്ക്ക് മാറ്റം വരുത്തുവാനുള്ള കഴിവില്ലായ്മയെ, ഡയറക്ഷൻ ഓഫ് മോഷന് മാറ്റം വരുത്തുവാനുള്ള കഴിവില്ലായ്മയ്ക്ക് പറയുന്ന പേരാണ് എന്താ, ഇനേർഷ്യ ഓഫ് ഡയറക്ഷൻ എന്ന് പറയുന്നത്. അതിന്റെ ഒരു എക്സാമ്പിൾ ആണ്, നമ്മളൊരു നൂലില് ഒരു കല്ല് കെട്ടി കറക്കുമ്പോൾ ഈ നൂല് പൊട്ടിപ്പോയി കഴിഞ്ഞാൽ ആ കല്ല് ടാൻജൻഷ്യലി ഔട്ട്വേർഡ് ആയിട്ട് പുറത്തേക്ക് പോകും, ശരിയല്ലേ. അപ്പൊ അവിടെ ആ ഓരോ ബിന്ദുവിലും ആ ചലനത്തിന്റെ ദിശയാണ് അതിന് ടാൻജൻഷ്യലി ഔട്ട്വേർഡ് ആയിട്ട് വരുന്നത്. ആ ഒരു ഡയറക്ഷനിലേക്കായിരിക്കും കല്ലിന്റെ സഞ്ചാരം എന്ന് പറയുന്നത്. അത് ഇനേർഷ്യ ഓഫ് ഡയറക്ഷൻ എക്സാമ്പിൾ ആണ്. പിന്നെ
ദ റൊട്ടേറ്റിംഗ് വീൽ ഓഫ് എനി വെഹിക്കിൾ ത്രോ ഔട്ട് മഡ് ഇൻ എനി ടാൻജൻഷ്യൽ ഡ്യൂ ടു ഇനേർഷ്യൽ ഡയറക്ഷൻ. അതായത് ഒരു സൈക്കിള് നമ്മളൊരു എന്താ പറയുക, ഒരു വെള്ളം കെട്ടി നിൽക്കുന്ന ഒരു സ്ഥലത്തേക്ക് കൊണ്ട് നിർത്തിയിട്ട് അതിന്റെ ബാക്കിലെ ടയർ ഒന്ന് പൊക്കി പിടിച്ച് ഈ പെഡൽ ഒന്ന് ഫാസ്റ്റ് ആയിട്ട് കറക്കിക്കൊണ്ട് ആ ടയർ വെള്ളത്തിലേക്ക് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് കാണാൻ സാധിക്കും വെള്ളം എന്താണ് ഒരു ടാൻജൻഷ്യലായിട്ട് അത് തെറിച്ചു പോകുന്നത് കാണാൻ സാധിക്കും. അല്ലെങ്കിൽ വണ്ടികളൊക്കെ ചെളി ഇറങ്ങി കഴിയുമ്പോഴത്തേക്ക് അതിന്റെ ടയറെ ചെളി പറ്റി കഴിയുമ്പോൾ ഈ ചെളി തെറിക്കുന്നതെന്ന് പറയുന്ന ടാൻജൻഷ്യൽ ഡയറക്ഷനിലായിരിക്കും, അത് ടാൻജൻഷ്യലി ഔട്ട്വേർഡ് ആയിരിക്കും ചെളിയുടെ മോഷൻ എന്ന് പറയുന്നത്. ഇതൊക്കെ എന്തിന് എക്സാമ്പിൾ ആണ് നമുക്ക് പറയുന്ന ഇനേർഷ്യ ഓഫ് ഡയറക്ഷൻ എക്സാമ്പിൾ ആണ് കേട്ടോ. പിന്നെ അതുപോലെ തന്നെ മറ്റൊരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഇനേർഷ്യ ഓഫ് ഡയറക്ഷൻ മറ്റൊരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നമ്മുടെ വീടുകളിലൊക്കെ ഈ കത്തിക്ക് മൂർച്ച വെക്കുവാനായിട്ട് ആളുകൾ വരാറില്ലേ, കത്തിക്ക് മൂർച്ച കൂട്ടുവാനായിട്ട് ആളുകൾ വരാറില്ലേ. അപ്പൊ അവർ ആ ഒരു സ്റ്റോൺ വീലാണ് കറക്കുന്നത് അല്ലെ, ആ ഒരു സ്റ്റോൺ വീല് കറക്കുന്നതിലേക്കാണ് അവർ കത്തി വെക്കുന്നത്. ആ സ്റ്റോൺ വീല് കറക്കുമ്പോൾ അതിലേക്ക് കത്തി വെക്കുമ്പോൾ അധികം തീപ്പൊരി തെറിക്കുന്നത് നിങ്ങൾ കണ്ടിട്ടില്ലേ. ആ തീപ്പൊരിയുടെ ദിശ എന്ന് പറയുന്നത് എന്താണ്, ടാൻജൻഷ്യലി ഔട്ട്വേർഡ് ആണ്. അതും ഇനേർഷ്യ ഓഫ് ഡയറക്ഷന്റെ തന്നെ ഒരു കേസാണ് വരുന്നത്. When a car goes round a curve, suddenly the person sitting inside is thrown outward. അതുപോലെ തന്നെ നമ്മൾ ഈ വളവ് തിരിയുമ്പോഴത്തേക്ക് ഒരു വാഹനം വേഗത്തിൽ വന്ന് വളവ് തിരിയുമ്പോഴത്തേക്ക് അതിലിരിക്കുന്ന യാത്രക്കാര് പുറത്തേക്ക്, അതായത് ആ കർവ് എങ്ങോട്ടാണോ അല്ലെങ്കിൽ ആ വളവ് എങ്ങോട്ടാണോ അതിന്റെ എതിർ ദിശയിലേക്ക് അവർ ചാഞ്ഞു പോവുക അല്ലെങ്കിൽ എതിർ ദിശയിലേക്ക് വീഴാൻ പോകുന്നതൊക്കെ ഒരു ടെൻഡൻസി ഉണ്ടാകാറുണ്ട്. അതിനെ നമ്മൾ പറയുന്നത് അതും ഇതിന്റെ ഫലമായിട്ട് സംഭവിക്കുന്നതാണ് ഇനേർഷ്യ ഓഫ് ഡയറക്ഷന്റെ ഫലമായി സംഭവിക്കുന്ന കാര്യമാണ്. ഓക്കെ, അപ്പൊ ആ ഒരു ഇനേർഷ്യ എന്നൊരു കാര്യം അത്രയും ക്ലിയർ ആണ്. അതിന്റെ പ്രാക്ടിക്കൽ സിറ്റുവേഷൻസ് ഒക്കെ എന്താണെന്നുള്ള കാര്യങ്ങൾ മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഡിഫറെന്റ് ടൈപ്സ്, ഇനേർഷ്യ ഓഫ് റെസ്റ്റ്, ഇനേർഷ്യ ഓഫ് മോഷൻ, ഇനേർഷ്യ ഓഫ് ഡയറക്ഷൻ, ഇതൊക്കെ എന്താണെന്ന് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. പിന്നെ അതുപോലെ തന്നെ നമ്മൾ ആദ്യം പറഞ്ഞ മോഷൻ എന്താണ്, ഡിഫറെന്റ് ടൈപ്സ് ഓഫ് മോഷൻ ഏതൊക്കെയാണെന്നുള്ള കാര്യങ്ങൾ വ്യക്തമായെന്ന് വിചാരിക്കുന്നു. അപ്പൊ നമ്മളിനി അടുത്ത ക്ലാസ്സിലേക്ക് ചലന നിയമങ്ങളിലേക്ക് പതിയെ കയറുകയാണ് കേട്ടോ. അപ്പോൾ തൽക്കാലം ഈ ഒരു സെഷൻ ഇവിടെ വൈൻഡപ്പ് ചെയ്യുന്നു. അപ്പോൾ അടുത്ത ക്ലാസ് നമുക്ക് കൂടുതൽ കാര്യങ്ങളുമായിട്ട് കാണാം. തൽക്കാലം അവസാനിപ്പിക്കുകയാണ്. താങ്ക്